കളക്ടർ കൊടുത്ത ഫണ്ടാണ് 66,000 രൂപ. അത് സ്കൂൾ നമുക്ക് സപ്പോർട്ട് ഇല്ല. അത് വേറെ കാര്യം. സ്കൂളിലെ HM PT ഒക്കെ നമുക്ക് എതിരാണ്. ഇവിടെ എല്ലാവരും താരങ്ങളോ. ഹലോ ഗൈസ്, ഇന്നത്തെ പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണത്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് മുടിയന്റെ വീട്ടിൽ നിന്നാണ്. ഇന്ന് വേറെ പരിപാടി ഒന്നും ഇല്ല, തീറ്റയും കറക്കും തന്നെയാണ്. അപ്പൊ മന്തി കഴിക്കാൻ വേണ്ടി പോവാണ്. വേറെ പോണ വഴിക്ക് നമുക്ക് കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ അനന്തുവിന്റെ ക്യാമ്പിലൊന്ന് കയറണം. ഞങ്ങളെ പറ്റി എന്താ അഭിപ്രായം? പറഞ്ഞോ. വണ്ടിക്ക് എന്തൊരു കംപ്ലൈന്റ്? അത് മേടിച്ചപ്പോ പിള്ളേര് പണിയെടുക്കുമ്പോ വീട്ടുകാർക്കൊന്നും വിലയില്ല. പണിക്ക് പോവാണ്ടിരിക്കുമ്പോ ഉള്ള പ്രശ്നം ഒന്നും പറയാല്ലേ. പണിയെടുത്താ ജീവിക്കുക, മറ്റുള്ളവരുടെ ആശ്രയം കാണണ്ട. മനുഷ്യന്റെ ഏറ്റവും വലിയ കാര്യം പണിയാണ്. ആ ജോലി കഴിഞ്ഞിട്ടാ ബാക്കി എന്ത് കാര്യമുള്ളൂ. അതിനൊരു സാറ്റിസ്ഫയറിങ്. അല്ലാണ്ട് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്നിട്ടൊന്നും കാര്യമില്ല. എന്തിലൊക്കെ രക്ഷപ്പെടൂല, ഭൂമി ഉണ്ടാവുള്ള. ഞങ്ങൾ പണിക്ക് പോയി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഇവിടെ. ഇവിടുത്തെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയന്റെ വേപ്പില പറിച്ചോണ്ടിരാ, മറ്റേ പാത്രം കഴുകുക, വേറൊരു പണി വീട് ക്ലീൻ ചെയ്യുക. നല്ലൊരു ജോലി ഉണ്ടായതാണ്. ജോലി നല്ലൊരു പണി ഉണ്ടായിരുന്നാണ്. കേരളം സർക്കാർ ജോലിയല്ല, എല്ലാവർക്കും പണി അന്വേഷിച്ചു പോയാ പണി കിട്ടും. പണിക്ക് അന്വേഷിച്ച് പോവാൻ പോയി. പക്ഷെ അവനെ പണിയെടുത്തോണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോഴും അന്വേഷിച്ചു തന്നെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. അതില് പ്രമുഖ ബ്ലോഗേഴ്സ് ഒക്കെ ഉണ്ട്. അവരുടെ പേരൊന്നും പറയുന്നില്ല, സ്നേഹം മാത്രം. നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എവിടെ പോലും പണിയുണ്ട്, നമ്മൾ അന്വേഷിച്ചു പോയി പണിയുണ്ട്. അന്വേഷിച്ച് പോവില്ല. ഇവിടെ ചോറും മീൻകറി ഇറച്ചിക്കറി തരാതെ പെട്രോൾ കഴിഞ്ഞ വണ്ടി വന്നിട്ടുണ്ടോ ഗൈസ്? ഞങ്ങളെ കളിയാക്കണ കുറെ അമ്മമാരുടെ കൂടെ. ഞങ്ങളൊരു പണിക്കും പോകുന്നില്ല, വെറുതെ തിന്നും കുടിച്ചും കുടിച്ചതല്ല, തിന്നും കറങ്ങി നടക്കുകയാണെന്ന്. എല്ലാ ദിവസവും ചോറ് കിട്ടും. അത് പറയുന്നത് കേട്ടില്ല. കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരുത്തൻ പേരെന്താ? കുട്ടൻ, രതുൽ രാജ്. എല്ലാരും കുട്ടൻ വന്ന് വിളിക്കും. ഇവൻ സെലിബ്രിറ്റി ഉണ്ടോ? ഇവനെ കണ്ടോ? മുടിയനും പിള്ളേരും കണ്ടോ? ഇവനെ നമ്മുടെ കൂട്ടുകാരനെ അലോഷിനെ കൂടെ എടുക്കാൻ വേണ്ടി പോകണം. അലോന്റെ വീട്ടിലേക്ക് പോവാണ്. അലോന്റെ വീട്ടില് വേറൊരു ഐറ്റം ഉണ്ട്. ആ ഐറ്റത്തിന് കാണിച്ചേരട്ടാ, ഐറ്റത്തിന് കാണിച്ചേരാ. നമ്മുടെ ക്യൂട്ട് ബേബി ഇതല്ലട്ടാ. ഇവിടെ ഒരു വേറെ സാധനം കിടക്കുന്നുണ്ട്. ഇവരാണ് നമ്മുടെ സാധനം. റംബോ ഇതിനുണ്ടായിട്ടോ, പക്ഷെ കുറയ്ക്കണില്ല. എന്ത് പറ്റി? എന്നോട് കുറയ്ക്കണില്ല. റംബോ സിറ്റ് 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 സിറ്റ്. റംബോ പോരാ. എൻ്റെ അടുത്ത് എല്ലാ ചട്ടം പോയിട്ടോ. എവിടെ സ്നേഹം മാത്രം. എല്ലാരും റോട്ടിനെ പറ്റി പറയാറുള്ളൂ. പാവമാണ് റോട്ട്. ഇപ്പൊ
എല്ലാരും വീട്ടമ്മമാര് വളർത്തുന്ന നല്ലൊരു ഡോഗാണ്. എവിടെ ഇതല്ലട്ടോ ഇതിനെക്കാളും അഗ്രസീവാണ്. ഇങ്ങനെ ഇറക്കാൻ തന്നെ വേറെ സീനാണ്. ഇപ്പൊ എന്താ പറയില്ല, വേറെ സീനായ ഒരു ഡോഗ് ഉണ്ടാ. റോഡ് വീലർ എല്ലാരും പൊതുവെ പറയാറുള്ളത് ഓൾറെഡി അഗ്രസീവാണ്. നമ്മുടെ കേരളത്തില് ഇപ്പൊ എല്ലാ വീട്ടമ്മമാരും വളർത്തിയിട്ട് ഇപ്പൊ നല്ല രീതിയിൽ സെറ്റായി കൊണ്ടതാണ്. പക്ഷെ ഇവൻ വളർത്തിയ രീതി ശരിയല്ല. അഴിച്ചിട്ട് വളർത്തുകൊണ്ട് റംബോ റംബോ വിളിച്ചേ, റംബോ വിളിച്ചേ, റംബോ പേരെന്താ? പേര് പറ, എന്റെ പേര് പറ. എന്നിട്ട് നായ ഗഹന. റാംബാരേ അപ്പേടെ അപ്പേടെ പെണ്ണാണ്. അപ്പേടെ പെണ്ണ്, അപ്പഴ പെണ്ണായിരുന്നു നീയാ? നമ്മുടെ ഒരു കിടിലം പാർക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ ഓപ്പണിങ് ആയിട്ടില്ല, എല്ലാ സെറ്റാണ്. കൂഴൂർ പഞ്ചായത്തില് നല്ലൊരു കിടിലം പാർക്കാണ് എരവത്തൂര്. നമ്മുടെ നാട്ടിലെ കാഴ്ചയില് ഒരു പ്രശസ്തമായ ഒരു അമ്പലമാണ്. അവരുടെ പേര് ശ്രീമുരുക ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. കൂഴൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് ചെയ്താൽ മതി, മുരുകന്റെ ക്ഷേത്രമാണ്. അപ്പൊ അനന്തുവിന്റെ ക്യാമ്പ് എത്തിയിട്ടുണ്ട്. ബിബിൻ ചേട്ടൻ അവിടുത്തെ കളിക്കാരായിരുന്നു അവിടുത്തെ. ഇവിടെ അനന്തുവിന്റെ ക്യാമ്പ് എത്തിയിട്ടുണ്ട്. ഇതാണ് അനന്തുവിന്റെ ക്യാമ്പ്. പിള്ളേർ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ അനന്തുവിന്റെ ക്യാമ്പ് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം. കൂരപ്പ ക്യാമ്പിലേക്ക് നമ്മുടെ കോച്ചിന്റെ ഇത് നമ്മുടെ അനന്തു. ആദ്യമായിട്ടാണ് ഒരു ബ്ലോഗ് ഇവിടെ വരുന്നത് നമ്മുടെ നാട്ടിൽ. വളർത്തിക്കൊണ്ടുവരുന്ന ഇഷ്ടംപോലെ പിള്ളേരുണ്ട് ഇവിടെ. നമ്മുടെ ദിലീപ് ക്യാമ്പ് കൂരപ്പയ്ക്ക് വേണ്ടി കൂട്ടാണ് ഞാൻ തരാ. നമ്മുടെ സഞ്ജു ചേണ്ട മോനുണ്ടോ വെല്ലറമ്പാർക്ക്. നമ്മുടെ മെയിൻ സഞ്ജു ചേണ്ട, വെല്ലറമ്പാരുടെ മെയിൻ സ്വത്തായ സഞ്ജു ചേണ്ട മോന്. അനന്തു ഇപ്പൊ ക്യാമ്പ് എങ്ങനെ പോണ്? ക്യാമ്പൊക്കെ സൂപ്പറായിട്ട് പോണു. പക്ഷെ സഹകരണം ഒന്നും ഇല്ല, നാട്ടിൽ നിന്നും ഇവിടെ നിന്നും ഇല്ല. എങ്ങനെയാണ്ടൊക്കെ ജീവിച്ചു പോണെന്ന് പറയാ. അത്രേ ഉള്ളൂ പറയാ. എല്ലാവരും ഹെൽപ്പ് ചെയ്യാം. നാട്ടിലുള്ളവര് വീഡിയോ കാണുന്നവരൊക്കെ ഈ ക്യാമ്പിലേക്ക് എന്തെങ്കിലും ചെയ്ത് സഹായിക്കാം. നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്കാം. നമ്മുടെ ഭാവിയിൽ നല്ലൊരു ഒരാളെങ്കിലും ഒരു നല്ലൊരു താരമായിട്ട് വരില്ല. എന്തായാലും ഒരാളല്ല, ഇവിടെ ഉള്ള എല്ലാവരും താരങ്ങളോ. താരങ്ങളോ? ഓക്കെ. ഊറ്റി എടുക്കാണ് പിള്ളേർ. ഫുട്ബോൾ ഊറ്റി വലിച്ച് കീറി എടുക്കാണ്. നമുക്ക് കിട്ടാത്ത പിള്ളേർ കിട്ടട്ടെ. നല്ല ഇതിലാണ്ടോ ട്രെയിൻ ചെയ്യിക്കണത്. ക്യാമ്പില് നമ്മൾ മൊബൈലിൽ അടിച്ചാൽ ക്യാമ്പിലൊക്കെ ഒരു പ്രതിഫലം ഒന്നും കൊടുക്കണ്ട. ലഹരിക്കും അത് ഒന്നിനും വേണ്ടത്. ചക്ക അതിനു വേണ്ടി നിൽക്കണവരാണ്. എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് എല്ലാ കാര്യം നമുക്ക് കിട്ടാണ്ട് പോയ കാര്യങ്ങൾ ഇവരേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി നിന്ന് ഞങ്ങളൊക്കെ കളിച്ചിരുന്നപ്പോ ഒരാളും ഉണ്ടായിട്ടില്ല. ഒരു വർക്കൗട്ട് ചെയ്യാൻ ബോൾ തരാൻ പോലും ഉണ്ടായിട്ടില്ല. ഇവനെ ഇതിനു വേണ്ടി ഇതൊക്കെയാണ് ഞങ്ങളെ മൂന്നുപേരും പ്ലേയേഴ്സ് ആയിരുന്നു. മൂന്നുപേരും ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ്. എല്ലാ ലോക്കലും കളിച്ച ഏത് ഗ്രൗണ്ട് ഉണ്ടാവില്ല ഞങ്ങൾ കളിക്കാതെ ഗ്രൗണ്ട്. നല്ല രീതിയിൽ എത്തേണ്ട താരങ്ങളായിരുന്നു. പക്ഷെ എന്തോ ഒരാളും ഒരു ഉപദേശം തരാനോ അത് മാത്രല്ല 11 സൈഡ് കളിയാണ്. ഫുട്ബോൾ 11 സൈഡ് കളിച്ചാലേ രക്ഷപ്പെടുള്ളൂ. അതൊക്കെ പറഞ്ഞ ഒരാളുണ്ടായില്ല. ഞങ്ങൾ വിചാരിച്ചത് ഈ ഫുട്ബോൾ ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചേ.
പിന്നെ ഞങ്ങൾ പുറത്തേക്ക് തൃശ്ശൂര് പൈക്കേ ഞങ്ങള് 3 കളിച്ച ഞങ്ങളുടെ 3 പേരുടെ ജീവിതത്തിൽ ഞാൻ കളിച്ചത് 10 11 കളിച്ചിട്ടുണ്ടാവുള്ളൂ. 10 11 കളി കളിച്ചിട്ടുണ്ടാവുള്ളൂ. അന്ന് പിന്നെ ഞങ്ങള് +2 കഴിഞ്ഞിട്ട് ഞങ്ങളിൽ ഫോണൊക്കെ കിട്ടിയത്. ഫോണില്ലല്ലോ. സഞ്ജു ചേട്ടനൊക്കെ ഒരു കാലത്ത് എന്തായിരുന്നു? വേറെ സംഭവം നമ്മുടെ നാട്ടിൽ വേറെ ഓപ്ഷൻ പറയാം. പ്ലേസിന്റെ പിള്ളേര് മണ്ണില്ല. ഞാൻ ക്യാമ്പ് ഓടുന്നതുകൊണ്ടാണെന്ന് അറിയില്ല. നമ്മുടെ നാട്ടിൽ കളിച്ചിരുന്ന കുറെ ചേട്ടന്റെ പിള്ളേര് വെറുതെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ഇങ്ങോട്ട് വന്നില്ല. അവരൊക്കെ ഇങ്ങോട്ട് വാ. ഇവിടെ വന്നിട്ട് ഇവിടെ ആരെയും ലിഗമെന്റോ ഇതൊന്നും ഇഞ്ചുറി ആവണില്ല. നല്ല ആരോഗ്യമായിട്ട് പോകുള്ളൂ. ഇവിടെ തന്നെ കുട്ടികളൊക്കെ നല്ല ആരോഗ്യത്തിലായിരിക്കുന്നത്. ബ്രോ അനന്തന്റെ ക്യാമ്പൊക്കെ എങ്ങനെ പോണു? അടിപൊളി ക്യാമ്പാണ്. എല്ലാ ദിവസം വരാറുണ്ടോ? പിന്നെ വേറെന്താ വിഷയം? എങ്ങനെയുണ്ട് ക്യാമ്പ് കാര്യങ്ങളെല്ലാം? ക്യാമ്പൊക്കെ അടിപൊളിയാണ്. ബോള് കുറവല്ലേ? അനന്തന്റെ ക്യാമ്പിന് വേണ്ടി നിനക്ക് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. നീ എന്തൊരു ക്യാമറ പൊത്തി പിടിക്കണേ? ക്യാമറ പൊത്തണ്ടോ? കുറെ പിള്ളേർക്ക് ഫ്രീ ആയിട്ട് ക്യാമ്പ് കൊടുക്കുന്നുണ്ട്. ഭാവിയിൽ നല്ലൊരു താരം ഇവിടെ കളിച്ചു പോകുന്നതായിട്ട് എന്തായാലും ഉണ്ടാവും. എടുക്കണ്ട് ടീംസ്. അനന്തന്റെ ക്യാമ്പ് എങ്ങനെ പോണ്? എല്ലാ ദിവസം വരാറുണ്ടോ? എല്ലാ ദിവസം വരും. എന്നിട്ട് അപ്പൊ വർക്കൗട്ട് എന്താണ് ഇതിനെന്താ പറയാ? ലാഡർ. അനന്തനെ പറ്റി എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. നല്ല രീതിയിൽ ഇത് ചെയ്യിക്കണ്ട, വർക്കൗട്ട് ചെയ്യിക്കണ്ട്. കോച്ചിങ് എല്ലാം കളിക്കാൻ കൊണ്ടുപോകാറുണ്ടോ? ഇല്ലല്ലോ, കളിക്കാൻ കൊണ്ടുപോകാറുണ്ടോ? ആരെ? ചേട്ടന്മാരെ വലിയവരെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് കളിക്കാറുണ്ട്. കാരണം നമ്മൾ പാലക്കാട് 6 വർഷം 7 വർഷം നമ്മൾ ലിഗ്മെന്റ് പോയതാണ്. ഇഷ്ടംപോലെ കളിച്ചോണ്ടിരുന്നു. നല്ല അമ്പഴാട്, FC അമ്പഴാട്, അല്ലെങ്കിൽ എല്ലാത്തിലും കളിച്ചോണ്ടിരുന്നതാണ് നമ്മൾ ലിഗ്മെന്റ് പോയി. അതുപോലെ അനന്ത് നമ്മുടെ കൂടെ കളിച്ചോണ്ടിരുന്നതാണ്. അനന്തു ഈ പ്രൊഫഷനിൽ വരാൻ കാരണം അവൻ്റെ കാല് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ലിഗ്മെന്റ് മിസ്റ്റേക്ക് വന്നപ്പോൾ അവൻ തെരഞ്ഞെടുത്താണ്. ഒരാളും സഹായിക്കാനല്ല, ഒരാളുണ്ടായില്ല. അവൻ നല്ല പ്ലെയറാണ്. കുഴുവിന് ഇപ്പോഴും എവിടെ പോയാലും നല്ല പ്ലെയറാണ് അവൻ. പേരിപ്പോഴും ഉണ്ട്. ഇപ്പം ചെയ്യാന്ന് വെച്ചാൽ നമുക്കെന്ന് വെച്ചാൽ ഇവനോണ്ട് പറ്റില്ല. ഇപ്പം ഏജ് നമുക്ക് ഒരു കാലഘട്ടങ്ങളുണ്ടല്ലോ. അപ്പം നമ്മളും ഇതുപോലെ ഫീൽഡ് ഔട്ട് ആവും. അപ്പം ഇവൻ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പണിക്കും പോകുന്നുണ്ട്, എല്ലാവരും പോകുന്നുണ്ട്. പണിന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് മിസ് ചെയ്യും. എല്ലാവരും ഗൾഫിലും പോകുന്നുണ്ട്, എല്ലാവരും പണി. അനന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ കഴിയാൻ പറഞ്ഞു വെച്ചാൽ അവൻ്റെ ഫീൽഡ് ഇപ്പോഴും വിട്ടിട്ടില്ല. അപ്പം അവൻ ചെയ്യുന്നത് വെച്ചാൽ അവൻ്റെ ഫുട്ബോൾ കൊണ്ട് ഉള്ള ആക്രാന്തമാണോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്കണോ, എന്തിനാ ആനപ്രാന്തം എന്ന് പറയില്ല. അതുപോലെ തന്നെ ആത്മാർത്ഥത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു താരത്തിനെ നിന്ന് വാർത്തെടുക്കാൻ വേണ്ടി പറ്റുമെന്ന് തോന്നണില്ലേ? ചേട്ടൻ തോന്നുന്നില്ലേ? പിന്നെ അല്ലാണ്ട് പിന്നെന്ത് ഇവനോട് ചെയ്യാൻ പറ്റുന്നത് അവൻ ചെയ്യണത് വെച്ചാൽ അവൻ്റെ ഒരു കാലുകെട്ട് അവൻ്റെ കാല് പോയതാണ്. അതിനുശേഷം അവൻ കാല് നിർത്തിയാണ്. എന്ന് വെച്ചാൽ കാലല്ല, കളി നിർത്തിയാണ്. നല്ല പ്ലെയറാണ്. കുഴൂര് എപ്പോഴും കുഴൂർക്ക് വേണ്ടി ഏത് പഞ്ചായത്തിൽ എവിടെ പോയാലും കളിക്കാൻ വേണ്ടി അവൻ ട്രോഫി അടക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ പിള്ളേർക്ക് ചെയ്യാം എന്നുവെച്ചാൽ കാലഘട്ടത്തിൽ ഓരോന്നും സപ്പോർട്ട് ചെയ്ത് ഇവൻ ചെയ്യണ പോലെ ഒരാളും ഇവിടെ ചെയ്യണില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അനുഭവങ്ങളാണ് മുന്നോട്ട് പറഞ്ഞ പോലെ ഒരാളും തിരിഞ്ഞു നോക്കാൻ. ഇപ്പൊ കുഴു സ്കൂളിൽ പറഞ്ഞല്ലോ, സ്കൂള് ഇപ്പൊ പഠിപ്പിക്കേണ്ട വിദ്യാഭ്യാസം മാത്രമല്ല, കായിക കാര്യങ്ങളൊക്കെ വേണം. ഇപ്പൊ കുഴി ഇപ്പൊ മാള പഞ്ചായത്ത് അല്ലെങ്കിൽ പറയാ മറ്റേ സ്കൂളിൽ നിന്നിട്ട് മാള എപ്പോഴും സെന്റാൻസ് എപ്പോഴും ഫസ്റ്റ് പ്രൈസ് അടിക്കണ്ടേ. കുഴൂര് ഡൗൺ ആയി നിൽക്കണേ. ഫുട്ബോൾ മാത്രല്ല കായികങ്ങളായിട്ട് മുന്നോട്ട് തന്നെ പോവാ. ഇവൻ ചെയ്യാൻ സപ്പോർട്ടാണ് പിള്ളേർക്ക്. ഇവന്റെ കയ്യിൽ നിന്നാണ് പന്തും കാര്യങ്ങളും മൊത്തം വാങ്ങിച്ച പിള്ളേർക്ക് ചെയ്തു. ഒരു പന്തിന്റെ കുറവ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിന് നമ്മ അല്ലേ ഒരാളെ കുറ്റപ്പെടുത്തി പ്രോത്സാഹിപ്പിച്ചു വരിക. ഏറ്റവും നല്ല നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ എല്ലാവരും. മുടിയനൊക്കെ നല്ലൊരു സ്കില്ലുള്ളൊരു പ്ലെയർ ആയിരുന്നു. പക്ഷെ എന്താ പറയാ, ജീവിതവും പ്രാരാബ്ദവും രണ്ടൊരു നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ഇവൻ കുട്ടമോനും നെൽവിനും പിന്നെ അനന്തും നല്ല പ്ലേയേഴ്സ് ആയിരുന്നു. പിന്നെ റുപ്പിയ, രമേശ് ചേട്ടൻ, ഇവരൊക്കെ നല്ല പ്ലേയേഴ്സ് ആയിരുന്നു കേട്ടോ. കൂടുതൽ കുറെ പ്ലേയേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ കുവൈറ്റ് പോയിട്ട് കളിച്ചു തന്നതാ. പറഞ്ഞോ. ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മള് വേറെ സ്കൂളുകളെ പുച്ഛിക്കുന്നതല്ല. കൂടുതൽ സ്കൂളിൽ ചെയ്യണ പോലെ ഫുട്ബോളിന് നമ്മളിപ്പോ വേറെ സ്കൂളിൽ ചെയ്യണില്ല. ഇതുപോലത്തെ ക്യാമ്പ് വേറെ സ്കൂളിൽ പഠിച്ചോളുന്ന ഒരു സ്കൂളാണ്. അത് കിട്ടണില്ല.
ബാക്കിയുള്ള സ്കൂളുകൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കില്ല. അവർ 10ാം ക്ലാസ് വരെ അല്ലെങ്കിൽ കുട്ടികൾ എങ്ങനെ ഉണ്ടായാൽ മതി, അവർ ജോലി പോരുത്, സ്കൂളിലെ ടീച്ചർമാരെ ജോലി പോരുത്. അപ്പോൾ സ്കൂളുകാർക്ക് എങ്ങനെ പിള്ളേർ വേണം. അപ്പോൾ അവർ TC പോലും കൊടുക്കാൻ തയ്യാറല്ല. ഈ സ്കൂളിലേക്ക് വരാൻ 5-6 പിള്ളേർക്ക് TC കൊടുത്തിട്ടില്ല, സ്കൂളുകാരികൾ TC കൊടുത്തിട്ടില്ല. അതാണ് ഇവർക്ക് വരാണ്ടിരുന്നു. കാരണം നല്ലതാണ് നമ്മളിവിടെ ചെയ്യണത്. ടീച്ചർമാർക്ക് അവിടെ ജോലി പോകാതിരിക്കാനാണ് കുട്ടികളെ ആവശ്യം. അല്ലാണ്ട് കുട്ടികൾ നല്ല നിലയിൽ എത്തണം എന്നൊന്നും ടീച്ചർമാർ ആഗ്രഹിക്കണില്ല. ഇവിടെ കുട്ടികൾ ഇവിടെ ഉള്ള കുട്ടികൾ പഠിത്തത്തിലും എല്ലാ കാര്യത്തിലും ഒന്നാമതാണ്. നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചാൽ മതി, ഇവിടെ കളിക്കുന്ന പിള്ളേരുള്ള ഒരാളും തോക്കണമില്ല. +2 വരെ ലെവലിൽ എല്ലാവരും പാസ്സായി നല്ല കോളേജ് ലെവലിലേക്ക് പോണത്. ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് പോകണം. അല്ലാണ്ട് വെറുതെ പണ്ടത്തെ പിള്ളേർ ഫുട്ബോളേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കില്ല, തെറിയും തേപ്പും എന്നൊക്കെയാണ് പറയാറ്. പക്ഷെ ഇപ്പോൾ ഫുട്ബോളേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ നീറ്റാണ്, അവർക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അവർ നല്ല ഗവൺമെന്റ് സ്കൂൾ പണ്ടേ തുടങ്ങിയ ഒരു നിലവാരമില്ലാണ്ട് ഒരു ഉച്ചയായിരുന്നു. പക്ഷെ അത് മാറിയിട്ടാ. ഗോൾഡ് സ്കൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ടോപ്പ് സ്കൂളിന് ഫുട്ബോളിലൊക്കെ വേറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്പോർട്സിൽ ഇപ്പൊ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ഇല്ല, അത് വേറെ കാര്യം. സ്കൂളിലെ HM PT ഒക്കെ നമുക്ക് എതിരാണ്, നമുക്ക് ഒന്നും തന്നില്ല. ഇതുപോലെ തന്നെ 66,000 രൂപ ഫണ്ട് ഇവിടെ സ്കൂളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു സാധനം, ഒരു ബോൾ പോലും നമുക്ക് തന്നിട്ടില്ല. കളക്ടർ കൊടുത്ത ഫണ്ടാണ് 66,000 രൂപ. അത് സ്കൂൾ നമുക്ക് തന്നില്ല. നമ്മുടെ ആത്മാർത്ഥത്തോണ്ട് നമ്മൾ ചെയ്യണ ഈ കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഈ സ്കൂളിനെ കുറിച്ച്, ഈ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ദിവസം വന്ന് കാലത്ത് തുടങ്ങി സ്കൂളിനെ മനസ്സിലാക്കി. എല്ലാ സ്കൂളുകളും ഒന്ന് പോയി കണ്ടിട്ട് ഈ സ്കൂളിലേക്ക് വാ. ഇവിടെ നടക്കാനുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഇത് ബാക്കിയുള്ള സ്കൂളുകളെ പോലെ അല്ല, ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്കൂളാണ് ഗോൾഡ് സ്കൂൾ. നിങ്ങൾക്ക് എന്റെ വാക്ക് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയാലും മനസ്സിലാവും. സ്കൂളിനെ സപ്പോർട്ട് ചെയ്യണോ? സ്കൂളിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ സ്കൂൾ നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ ഇവരെല്ലാരും വളർന്നു വരുന്ന നാളത്തെ തലമുറകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ട്രെയിനിങ് കാര്യങ്ങളും എല്ലാവരും ഇവിടെ കൊടുക്കുന്നുണ്ട്. അനന്തുവിന്റെ ജോലി കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. അനന്തുവിടെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കണത്. ഇവർക്ക് കുറച്ച് പോരായ്മകളുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോരായ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോളാണ് ഏറ്റവും കൂടുതൽ അവർക്ക് പോരായ്മയായിട്ട് വന്നാൽ. പിന്നെ കൂടുതൽ ഗ്രൗണ്ടിൻ്റെ സ്കൂളിൻ്റെ സപ്പോർട്ട് അവർക്ക് അങ്ങനെ അധികം ഇല്ലാന്നാവും പറഞ്ഞോട്. അങ്ങനെയൊക്കെ പിന്നെ കാര്യങ്ങളൊക്കെ വർക്കൗട്ടൊക്കെ പക്കയാണ്. അപ്പോൾ വെറുതെ ഇരിക്കുന്നവരൊക്കെ അവനോട് ഫ്രീ ആയിട്ടാണ് അവൻ ചെയ്യണം. ഒരു പ്രതിഫലം ഒന്നും വാങ്ങിക്കുന്നില്ല. നല്ല എല്ലാ പിള്ളേരും നമ്മൾ ഫുട്ബോൾ കളിക്കുന്ന ഒരു പിള്ളേരല്ല. ഇതിൽ ക്യാമ്പിലേക്കും ഫുട്ബോളിൽ പ്രാക്ടീസിലേക്ക് ഇറങ്ങിയാലേ ഒരു പ്ലേയേഴ്സ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുമാതിരി എല്ലാ പിള്ളേരും സപ്പോർട്ട് ചെയ്ത് അനന്തു എന്ന് പറഞ്ഞാൽ അത്ര വലിയ അവൻ കോച്ചിങ് അല്ലെങ്കിലും നന്നായിട്ട് കോച്ച് ചെയ്ത് നമ്മുടെ ഫുൾ പഞ്ചായത്തിൽ നന്നായിട്ട് അവൻ കോച്ച് ചെയ്യുന്ന ഒരാളാണ്. അന്ന് ഫുട്ബോൾ അറിയുന്നുള്ള ഫുട്ബോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് പ്രാന്താണ്. അതൊന്നും നമുക്ക് പറയാമല്ല. നല്ലൊരു കോച്ചിങ്ങാണ്. അപ്പോൾ പിള്ളേരെല്ലാവരും ഫുട്ബോൾ കളിക്കുന്ന എല്ലാവരും ഗേൾസ് ആയാലും ബോയ്സ് ആയാലും എല്ലാവർക്കും വന്ന് കോച്ചിങ് നല്ല സപ്പോർട്ട് ചെയ്ത് അവൻ ചെയ്യേണ്ട. അതുമാതിരി എല്ലാവരും സപ്പോർട്ട് കൊടുക്കുക. പഞ്ചായത്തായാലും എല്ലാവരും സപ്പോർട്ട് കൊടുക്കുക. പഞ്ചായത്ത് സ്കൂളായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്താലും നമുക്ക് ഭാവിയിലേക്ക് വാഗ്ദാനങ്ങളൊക്കെ അല്ലെങ്കിൽ ഞങ്ങളെ പോലെയൊക്കെ ഇതുപോലെ നടക്കുന്നുണ്ട്. നല്ല പ്ലേയേഴ്സ് ആയിരുന്നു. പക്ഷെ അവർക്കാരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആരും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇവരായാലും അനന്തു ആയാലും ഇങ്ങനെ ആവാനുള്ള ഒരു കേസ് എന്ന് വെച്ചാൽ ഓരോ പ്ലേയേഴ്സ് ഓരോ ഫാമിലി വരുമ്പോൾ തന്നെ ഓരോ പ്ലെയറിന് അവൻ്റെ കുടുംബത്തിലെ ലൈഫിലെ പ്രശ്നങ്ങളും ഫുഡിൻ്റെ പല പ്രശ്നം ഉണ്ടാവും. പഠിക്കാൻ പറ്റാത്തവൻ പഠിക്കാൻ നേരം കിട്ടില്ല. ഇപ്പോൾ കളിക്കാനായിട്ട് ഒരു നേരം കിട്ടാത്ത പിള്ളേരുണ്ടാവും. പക്ഷേ എല്ലാ ഫാമിലി എല്ലാവരും കണ്ടെത്തുക. പിള്ളേരെ അവരെന്താ സ്കിൽ എന്നുള്ളത് എല്ലാവരും കണ്ടെത്തുക. അപ്പൊ നമ്മൾ ക്യാമ്പിലെ പരിപാടി കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോണത് മന്തി കഴിക്കാൻ വേണ്ടിയാണ്. മന്തിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് നമുക്ക് മുടിയോട് ചോദിക്കാം. എവിടത്തെ മന്തിയാണ് നല്ലത്? ഞങ്ങൾ കൂടുതൽ അൾട്രിയുടെ മന്തി കഴിക്കാറ്. അപ്പൊ മാള ഏരിയയിൽ എവിടെയാണ് നല്ല മന്തി എന്നുള്ളത് മുടിയുടെ അറിയാം. മുടിയുടെ അടുത്ത് നമുക്ക് ചോദിക്കാം. മാളയിൽ നല്ല മന്തി മാളയില് കുറെ സ്ഥലവും എവിടെ സിറ്റ് എനിക്കറിയാൻ പാടില്ല പേര് കറക്റ്റ്. ഇവൻ പറയാൻ പേരാണ് ഏതായാലോ സിറ്റി ബേക്കറി KSRTC സ്റ്റാൻഡിന്റെ തൊട്ടു ഫ്രണ്ടിലുള്ള ബേക്കറിയും മന്തിക്കടയൊക്കെ ആയിട്ടുള്ള കട. അവിടെ പോയി കഴിക്കാറ് നല്ലതാണ്. എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കും. ഏതാണ് ഇവരെ കറക്റ്റ് എന്നെ കൊണ്ടുപോയ ആള്. ഇത് സംഭവം എന്തൊക്കെ സിറ്റി ബേക്കറിലാണ്. നമ്മളെ മാള KSRTC സ്റ്റാൻഡ് തൊട്ടടുത്തോളാണ്. ഷവായി തുടങ്ങി അൽഫാം തുടങ്ങി മന്തി തുടങ്ങി എല്ലാം കിട്ടും. ബേക്കറി അടക്കമുള്ള ഒരു ഹോട്ടലാണ്. എല്ലാവരും ഒന്ന് കഴിച്ചോളാം. കുട്ടമോനും അലോഷി എന്ന് പറയും. നമ്മുടെ ചങ്ക് കൂടാന അൽഫാം മന്തിയില്ലേ ഒരു സാധാ മന്തിയല്ലേ?
എന്നിട്ട് നീ പറയണേ അന്നാ സാധാ മന്തി ഷവർമ്മ ബിരിയാണി ബിരിയാണി വേണ്ടല്ല എനിക്ക് മന്തി റൈസ് പോയി. എനിക്കതാ മന്തി ഷവായ മതിയാ അന്ന് എനിക്ക് ഷവായ മതി അതുകൊണ്ടപ്പോ ഞാൻ അതെ പറയ് ഷവായ് മന്തി എന്നാ ഫുള്ള് ഷവായ് മന്തി ഒന്നുണ്ട്. ഷവായുടെ ഇതല്ല പീസറുക ഈ മയോണസും കൂട്ടിയിട്ട് തയ്യേ. പക്ഷെ നല്ല രസമുള്ള അവിടെ ഷവായ് മന്തി. അല്ലേ ഹലോ ഷോ പറയുന്നില്ല ഇവനാണോ മയോണസ് വേണം വേണം റൈസ് വേണോട്ടാ ഇടവനുണ്ട്. എവിടെ പോയാലും മുടിയൻ്റെ പ്ലേറ്റ് ഇങ്ങനെ ആയിക്കോളൂട്ടോ. അതെങ്ങനെ ആവാൻ കാരണം എന്നിട്ടോ ഫുഡ് വേസ്റ്റ് ചെയ്യാറുണ്ടോ? വേപ്പില പോലും കഴിക്കണ്ടേ വേണ്ട കളില്ല. കുറച്ച് എല്ല് മാത്രമേ ഉള്ളൂ അതിനകത്ത് നോക്കി. പിന്നെ ഇതൊരു മുളകാ കൂട്ടുവാനുള്ള പ്ലേറ്റോ അലോഷക്ക് പിന്നെ കഴിച്ച് എല്ലാം പരിചയമുണ്ട്. ആരും ബില്ല് കൊടുക്കണേ? കോടികളുള്ള കോടീശ്വരൻ കോടികളുള്ള കോടീശ്വരൻ. അപ്പൊ ഇതിനേക്കാളും കിടിലൻ വീഡിയോസ് ആയിട്ട് ഇനി കാണാന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ്. തീറ്റയും കറക്കവും.